ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെള്ളയപ്പമാണ്. ഈസ്റ്റും ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നിറയെ ആരുകളുള്ള വെള്ളയപ്പം എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അതിനു മുമ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിതവിടെ പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് പച്ചരിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പച്ചരിനെ എടുക്കാൻ ശ്രദ്ധിക്കണം, അപ്പോഴാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അതുപോലെ അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് അവിലാണ്. ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് വെള്ള അവിൽ എടുത്തിട്ടുണ്ട്. നല്ല കനം കുറഞ്ഞ നാടൻ അവിലെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു 6 മണിക്കൂർ കുതിർത്ത് വെക്കണം. പച്ചരി വാഷ് ചെയ്യുമ്പോൾ 2-3 തവണ വാഷ് ചെയ്യണം. അത് ഞാനിവിടെ വാഷ് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇളം ചൂടുവെള്ളം ചേർക്കാം. ചൂടുവെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ചൂടുള്ളത് ചേർക്കരുത്. നമ്മുടെ കൈ മുക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ചൂട്, അതായത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഒരു 6 മണിക്കൂർ കുതിർത്ത് വയ്ക്കണം. അടുത്തതായിട്ട് നമുക്ക് അവിൽ കുതിർത്ത് വയ്ക്കാം. അവിൽ ചൂടുവെള്ളത്തിലൊന്നും കുതിർക്കേണ്ട, സാധാരണ പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അവിലും പച്ചരി ഒരു 6 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം. ഇത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തവണ കൂടി വാഷ് ചെയ്തിട്ട് വെള്ളം മുഴുവനൊന്ന് കളഞ്ഞെടുക്കാം. അവിലും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ പച്ചരി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കാനായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് വെള്ളമല്ല, തേങ്ങ വെള്ളമാണ്. അതായത് ഞാനൊരു തേങ്ങയുടെ വെള്ളം 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒരു ബോട്ടിൽ അടച്ച് വെച്ചിട്ട് 2 ദിവസം വെളിയിൽ വെച്ച് അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. നമ്മൾ ഈസ്റ്റും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നതിന് പകരമായിട്ട് ഇത് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. 1/2 ഗ്ലാസ് തേങ്ങ വെള്ളമുണ്ട്, അത് ചേർത്തിട്ട് നല്ല നൈസായിട്ട് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുക. അതുപോലെ വേറെ വെള്ളം വേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഥവാ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അരച്ച് കഴിഞ്ഞിട്ട് പറയാം എത്ര വെള്ളം ചേർത്തു എന്നുള്ളത്. ഞാൻ പച്ചരി നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് മാവിൻ്റെ പാകം. ഇതിലും ലൂസ് ആവാനും പാടില്ല, ഇതിലും കട്ടിയാവാനും പാടില്ല. അതുപോലെ ഞാനിതിൽ തേങ്ങാവെള്ളം കൂടാതെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഈ മാവിൻ്റെ പാകം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് അവിലാണ് അരച്ചെടുക്കേണ്ടത്. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച അവിൽ ആ വെള്ളത്തോട് കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിത് ചേർക്കണം. ഞാനിവിടെ തേങ്ങ ചിരവിത് മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇനി രണ്ടും കൂടി ഒരുമിച്ച് നല്ല നൈസായിട്ട് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുക. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അവിൽ നിന്നുള്ള വെള്ളം മതി. ഞാൻ അവിലും തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഏകദേശം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടാവും. എനിക്ക് മധുരം കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പഞ്ചസാര ചേർത്തത്. മധുരം എത്രയ്ക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുറവ് ചേർത്താൽ മതി. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഫെർമെൻറ്റേഷന് നല്ല എളുപ്പമായിരിക്കും. ആദ്യം ഈ മാവും പഞ്ചസാരയും ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ കൈ വെച്ചിട്ട് നല്ല ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തട്ടി കൊടുക്കണം. അപ്പം നമ്മുടെ മാവ് നല്ല ഫ്ലഫി ആയി വന്നിട്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നത്. അതുപോലെ ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇതൊരു ടിപ്പും കൂടിയാണ്. അതുപോലെ തന്നെ അപ്പം നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ പച്ചരി കുതിർത്ത് വെച്ചതും. കണ്ടില്ലേ, ഞാനിങ്ങനെ മാവ് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നല്ല സോഫ്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരും. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 12 മണിക്കൂർ നമുക്ക് അടച്ച് വയ്ക്കാം. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു 10 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് പുളിച്ച് വരും, അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ വരെ എടുക്കും. 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാവ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ്. ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് ഉള്ളിലൊക്കെ നല്ല ബബിൾസ് വന്നിട്ടുണ്ട്. മാവ് നല്ല ക്രീം പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ മാവ് ഒരുപാട് ഇളക്കരുത്, മുകളിൽ നിന്ന് തന്നെ കോരി എടുത്തിട്ട് അപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി. കല്ല് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു തവി മാവ് കോരി ഒഴിക്കാം. മാവ് കോരി ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെ ഹോൾസ് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അടച്ച് വയ്ക്കാം. നിങ്ങൾ കണ്ടില്ല, നന്നായിട്ട് ഹോൾസ് വരുന്നുണ്ട്. നമ്മളിതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല.
അപ്പോൾ ഇതാ നമ്മൾ അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതുപോലെ ഞാനിവിടെ ഒരു ദോശക്കല്ലാണ് അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വെള്ളപ്പച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എൻ്റെ അടുത്ത് അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ദോശക്കല്ല് ഉണ്ടാക്കിയെടുത്തത്. ഇതാ കണ്ട നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ, നല്ല പഞ്ഞി പോലെ ഉണ്ട്. തൊടുമ്പോൾ തന്നെ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടി ചുട്ടെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കുക. കുറച്ച് ബബിൾസ് വന്നതിന് ശേഷം അടച്ച് വയ്ക്കുക. ഏകദേശം ഒരു മിനിറ്റൊക്കെ അടച്ച് വെച്ചാൽ മതി. അതുപോലെ ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇതാ നമ്മുടെ രണ്ടാമത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ട നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിറയെ ഹോൾസും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെയുള്ള അപ്പമാണ്. കൈ തൊടുമ്പോൾ തന്നെ നന്നായിട്ട് കുഴിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ ഇത് രാവിലെ ഉണ്ടാക്കിയ അപ്പമാണെങ്കിലും വൈകിട്ട് വരെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അതുപോലെ ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിലൊക്കെ നല്ല ആരായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈസ്റ്റും ബേക്കിംഗ് സോഡയൊന്നും നമ്മളെ ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ. അതൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. രാവിലെ ഉണ്ടാക്കി വെച്ചാലും വൈകിട്ട് വരെ നല്ല സോഫ്റ്റായിരിക്കും. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു.